ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു അവർ അവസരം വരുന്നു, അവർ അവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവന് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകണം. എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനം അല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ്. ഹലോ, ദിയ കൃഷ്ണ മകൻ ഓമിയുടെ ബർത്ത്ഡേ ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തുകൊണ്ട് അശ്വിന്റെ വീട്ടുകാരെ മോന്റെ ബർത്ത്ഡേക്ക് വിളിച്ചില്ല എന്നതിനെ കുറിച്ച്. അപ്പോൾ ദിയക്ക് ഭൂരിഭാഗം ആൾക്കാരും ഭയങ്കര വിമർശനമായിട്ടാണ് കമന്റ്സ് ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും എല്ലാം ഇട്ടത്. പക്ഷേ ഞാനൊരു സാധാരണക്കാരി എന്ന നിലയിൽ, ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ആള്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും, വിയോജിപ്പുള്ളവരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളെ കമന്റ് ഇടുക. അപ്പോൾ എൻ്റെ ചാനലിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറയട്ടെ, എനിക്കൊരു സ്ഥിര വരുമാനമൊന്നുമില്ല. പക്ഷെ അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, അല്ല എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഈ ദിയ പറഞ്ഞതിനോട് പലർക്കും യോജിപ്പുണ്ടാകും മനസ്സിൽ. ഈ ദിയക്ക് എന്തും പറയാനുള്ള ഒരു തൻ്റെ ഇടം, ആ തൻ്റെ ഇടം വന്നത് ദിയ എല്ലാം കൊണ്ട് സ്റ്റേബിളായി നിൽക്കുന്ന, സെറ്റിലായി നിൽക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് വരുമാനം. ഇനി ഓമിക്കെല്ലാം, ഓമിയുടെ മക്കളൊക്കെ ജീവിക്കാനുള്ളവരെ ദിയ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ദിയ ഒരിക്കലും അശ്വിന്റെ കാഴ്ചവെട്ടിലോ അശ്വിന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കാഴ്ചവെട്ടിലോ കഴിയുന്ന ഒരു ആളല്ല. അതുകൊണ്ട് തന്നെ ദിയക്ക് ദിയയുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാം. അതുമല്ല മാത്രമല്ല, ദിയയുടെ മുൻ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ദിയ ഓമിയുടെ കാര്യത്തിൽ ഭയങ്കര സെൽഫിഷാണ്. ദിയ മാത്രമല്ല, നമ്മളും നമ്മളെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര സെൽഫിഷാണ്. എനിക്കൊരു 8 മാസമുള്ളൊരു കുഞ്ഞുണ്ട്, 8 വയസ്സുള്ളൊരു മോനും ഉണ്ട്. നമ്മൾ പലരും, പക്ഷെ നമുക്ക് ആ സെൽഫിഷ് നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്ത് പലരുടെയും കാൽക്കീഴില്ല നമ്മൾ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. പക്ഷെ ദിയക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ചങ്കൂറ്റോ എല്ലാം ഉണ്ട്. ദിയക്ക് ഇന്നയാള് വരണ്ട, ഞാൻ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ബൈസ്റ്റാൻഡർ ക്യാഷ് കൊടുത്ത് നിർത്താനുള്ള ഒരു കഴിവ് ദിയക്ക് ഉണ്ട്. അങ്ങനെ ദിയക്ക് നമ്മളെപ്പോലെ അയ്യോ ഞാനത് പറഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ എന്നെ അങ്ങനെയല്ലോ ഒറ്റപ്പെടുത്തുമല്ലോ, ഇങ്ങനെ ആവുമല്ലോ, നാളെ ഒരാവശ്യം വരുമ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയും ദിയക്ക് വേണ്ട. അപ്പോൾ ആ ഒരു ഇതിലാണ് ദിയ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര പോവാം. അപ്പോൾ കാസർഗോഡ് നിന്ന് കയറിയ ഒരു ടീം ഉണ്ടായിരുന്നു. രാവിലത്തെ ട്രെയിനാണ് 7 മണിൻ്റെ. അപ്പോൾ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഈ ടോയ്ലറ്റിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അവിടെ സീറ്റ് അവർ തന്നാൽ എനിക്ക് അവിടെ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇവർ കൂട്ടത്തോടെ ഫാമിലി ആയിട്ട് ആലപ്പുഴയിലേക്ക് ടൂർ പോകുക. അപ്പോൾ എൻ്റെ അടുത്തുള്ള സ്ത്രീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് മുട്ടുന്നു പറഞ്ഞിട്ട് അവർ ടോയ്ലറ്റിലേക്ക് പോയി. രാവിലെ സംഭവം. അപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് അവരപ്പോൾ എൻ്റെ കുഞ്ഞിനെ മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞിനെ എടുത്താൽ അവൾ കരയും. കാരണം കരയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, അവർ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ എന്താ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താ അവസ്ഥ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അവർ അത് പറഞ്ഞപ്പോൾ കൈ പിടിച്ച് ഇതാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കൈ രണ്ടും കൂടി കുഞ്ഞിൻ്റെ പിടിച്ച് ഇതാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ടോയ്ലറ്റിൽ പോയ എന്തിനാന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അവിടെ ഞങ്ങൾ ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിച്ച് ഒന്നും കഴുകിയിട്ടൊന്നും ഉണ്ടാവില്ല. ആ കൈ ഈ കുഞ്ഞിനെ പിടിക്കുന്ന ഈ കൈ എപ്പോൾ വായിലിട്ട് കൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർ കുറച്ച് വയലൻ്റായി. അവരും അവരെ കൂടെയുള്ള മറ്റ് ടീമുകളോ അയ്യോ നമ്മളും കുഞ്ഞുങ്ങളെ പെറ്റതാണേ, നമ്മളും കുറേ പോറ്റിയതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനവിടെ ഇരുന്നില്ല, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ്. കാരണം ഇവരുടെ ഈ കുത്തുവാക്ക് കേട്ട് ഇരുന്ന് പോകുന്നത് അതൊരു നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. ഇനി അതുമല്ല, നിങ്ങൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കാണാൻ ഒരുപാട് ബന്ധുക്കളൊക്കെ വരും. ഇവരൊക്കെ എങ്ങനെ വരുന്നതായിരിക്കും, എന്തൊക്കെ വാഹനങ്ങൾ കയറിയിട്ട് വന്ന ഉടനെ തന്നെ കൈയൊന്നും ക്ലീൻ ചെയ്യാതെ അപ്പം തന്നെ ഈ ന്യൂ ബോൺ ബേബി ഒരൊറ്റ എടുക്കലും ഉമ്മ വെക്കലും കൈക്ക് തൊടലും ചുണ്ടി തൊടലും. അപ്പം നമുക്ക് നോ പറയാൻ പറ്റില്ല. കാരണം അത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും അത് വേറെ ആഭ്യന്തര ലെവലിലേക്ക് മാറും. ഇനി നമ്മുടെ സ്വന്തം വീട്ടുകാരെ തന്നെ അത് മറ്റൊരു തരത്തിലുള്ള പ്രശ്നം. അങ്ങനെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവർക്കൊന്നും അറിഞ്ഞൂടായിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. അവരുടെ വീട്ടിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, അവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം മക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ കൈയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് എടുത്ത് താലോലിക്കുന്ന ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ടീമാണ് വന്നിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഒന്ന് കൈ പോലും ക്ലീൻ ചെയ്യാതെ എടുത്ത് താലൊലിച്ച് എന്നിട്ട് പോയിട്ടൊരു വിളിയുണ്ട്, അയ്യോ കുഞ്ഞിന് അസുഖമൊന്നുമില്ലല്ലോ, കുഞ്ഞു അമ്മ ഓക്കെ അല്ലേന്ന്.
കാരണം ഞാനിങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളൊരു ടെസ്റ്റ് കോള്. ഈ പറയുന്നത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കമൻ്റ് ഇടാം, പക്ഷെ നമുക്ക് അവിടെ ഒന്നും നോ എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ വന്നിട്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് തന്നെ പറഞ്ഞാൽ ഹസ്ബൻഡും ചിലപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും. അയ്യോ എൻ്റെ അമ്മയും ഒരുപാടെണ്ണത്തിൽ പെറ്റ് പോറ്റിയതാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ട്, നിനക്ക് ആദ്യമായിട്ടല്ലേ ഈ ലോകത്ത് കുഞ്ഞ് ജനിച്ചതെന്ന് പറഞ്ഞിട്ടായിരിക്കും പലരും കുറ്റപ്പെടുത്തുന്നത്. പലർക്കും അനുഭവം ഉണ്ടാവും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മതി. അപ്പോഴൊക്കെ ഇതൊക്കെ നമുക്ക് നോന്ന് നമ്മളെ വായിൻ്റെ തെമ്പത്ത് വന്നാൽ പോലും നമുക്കത് പറയാനുള്ളൊരു ചങ്കൂറ്റം ഒന്നും നമ്മളെ സംബന്ധിച്ചില്ല. കാരണം നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊരാളെ കാൽക്കീഴിലോ അല്ലെങ്കിൽ അവരുടെ കുറേ പേരുടെ ഇടയിലൊക്കെ നമ്മൾ സഹിച്ച് ജീവിക്കുന്നത്. ഇനി ഇതും പറഞ്ഞ് നമുക്ക് നമ്മളെ വീട്ടിലേക്കും പോകാനുള്ള ഓപ്ഷൻ പല സ്ത്രീകൾക്കും ഇല്ല. സ്വന്തം വീട്ടിൽ പോയാലും ചിലപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും, അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതൊക്കെ സഹിച്ച് കുഞ്ഞിനെന്താ അസുഖം വന്നാൽ അതും നമ്മുടെ തലയിൽ. വേറൊരു എക്സാമ്പിൾ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെക്കുമ്പം തന്നെ എല്ലാവരും വരുന്നവരൊക്കെ കുഞ്ഞിനെടുത്ത് താലോലിക്കലും അണ്ണാക്കൽ വരെ ഉമ്മ കൊടുക്കലും കേക്കൊക്കെ അതേ കൈ കൊണ്ട് എടുത്ത് വായിൽ വെച്ച് കൊടുക്കലും ഇവരെ കയ്യിൽ നിന്ന് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എന്നിട്ട് ഈവനിങ് ആവുന്നതോടെ കുഞ്ഞിന് മൊത്തത്തിൽ അസുഖം, കുഞ്ഞ് മൊത്തം ടയർഡായി വീണ് പോയിട്ടുണ്ടോ. അപ്പോൾ വീട്ടുകാരെ പറയുന്നത് അയ്യോ വന്നവരിൽ ആരൊക്കെ കണ്ണ് വെച്ച് കണ്ണ് കിട്ടി ഒഴിഞ്ഞിടുന്ന് പറയും. സത്യം പറയാൻ ഇത് കണ്ണും കുണ്ണും ഒന്നുമല്ല, ഇതൊക്കെ ഇവരുടെ ഈ വൃത്തിയില്ലായ്മ മനഃപൂർവ്വം ആ കുഞ്ഞെന്തെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ അവരൊക്കെ മനഃപൂർവ്വം അടിച്ചേൽപ്പിച്ച് പോയതാ. അതെന്തായാലും എന്തൊക്കെ അസുഖമുള്ള കുട്ടികളായിരിക്കും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ ബാല ടി വി ഒക്കെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടായിരിക്കും ഈ 1 വയസ്സുള്ള കുഞ്ഞിനൊക്കെ എടുത്ത് താലോലിച്ച് ഇതൊക്കെ പകർന്ന് കൊടുത്തിട്ടായിരിക്കും അവർ തിരിച്ചു വന്നത്. അപ്പോൾ വൈകുന്നേരത്തോടെ ഈ കുഞ്ഞ് മൊത്തത്തിലതായി. പിന്നെ പലർക്കും ഞാൻ തന്നെ ഫാമിലി കണ്ടിട്ടുണ്ട്, ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, അങ്ങനെ ചിലവ് ഇങ്ങനെ ചിലവ്. അപ്പോഴൊക്കെ ഈ വീട്ടുകാർ എന്താ പറയുക, കണ്ണ് കിട്ടി, ഈ ബർത്ത്ഡേ ഫംഗ്ഷന് വന്ന ഏതൊക്കെയോ കരിങ്കണ്ണിച്ച് കണ്ണിട്ടെന്നാ പറയാം. അത്ര പോലും ചിന്തിക്കാത്ത ആൾക്കാരായത്. അപ്പോഴൊക്കെ നമ്മൾ അമ്മമാർക്ക് ഇവരോടൊക്കെ നോ പറയണമെന്നുണ്ടെങ്കിലും നമുക്കത് പറയാനുള്ളൊരു വോയിസ് ഇല്ല. അങ്ങനെ ഒരു വോയിസ് വരാൻ തന്നെ നമ്മളൊക്കെ സ്വയം പര്യാപ്തിയായിട്ട് നമുക്കെന്തെങ്കിലും വരുമാനം, സ്ഥിര വരുമാനം, നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനമൊക്കെ ആയി സെറ്റിലായാൽ മാത്രമേ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദിയയുടെ ഇപ്പം അശ്വിൻ എൻ്റെ വീട്ടുകാരെ വിളിക്കുന്നില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞാൽ ദിയ പറയും നീ പോടാ, നീ നിൻ്റെ വഴിക്ക് പോട് പറയാനുള്ള ആ ഒരു ഗഡ്സ് ദിയക്ക് ഉണ്ട്. ആ ചങ്കൂറ്റം തൻ്റെ ഇടയ്ക്ക് ദിയക്കുള്ളത്. കാരണം ദിയക്ക് എന്താ കാരണം എന്നൊക്കെ അറിയാലോ. ദിയക്ക് അത്രയും ദിയ എല്ലാം കൊണ്ടും സെറ്റിലാണ്, ഫിനാൻഷ്യലിയോ. ഇനി ദിയെ സപ്പോർട്ട് ചെയ്യാൻ ദിയയുടെ വീട്ടുകാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ദിയക്ക് ദിയയുടെ വീട്ടുകാരെ വിളിക്കാം എങ്കിൽ എന്തുകൊണ്ട് അശ്വിൻ്റെ വീട്ടുകാരെ വിളിച്ചുവിടാന്ന്. അതും നമുക്ക് പലർക്കും അറിയാം. പലരും, അതായത് നമ്മളെ വീട്ടുകാരെ, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ചില കുടുംബങ്ങൾ നമ്മളെ സ്വന്തം കുടുംബങ്ങൾ നമ്മളെ മക്കളെയൊക്കെ നന്നായി കെയർ ചെയ്യും. നമ്മളെ കൊച്ചുമക്കളെ ആയിക്കോട്ടെ നന്നായി കെയർ ചെയ്യും. പക്ഷേ അതുപോലെ ആയിരിക്കില്ല നമ്മളെ ഭർത്താവിൻ്റെ വീട്ടുകാർ. അവരെ ഇട്ട് വെച്ച് തരും, മാക്സിമം എന്തെങ്കിലും ഇട്ട് വെച്ച് തരാനാണ് നോക്കുക. അവർ കെയറിങ്ങോ അങ്ങനത്തൊന്നും കൊടുക്കില്ല. അസുഖമാണെങ്കിൽ അസുഖം വരട്ടെ ആ ഒരു മനോഭാവത്തോടേക്കും. അത് ദിയക്ക് അറിയായിരിക്കും അശ്വിൻ്റെ വീട്ടുകാർ എങ്ങനെയാണ് പെരുമാറുക. അതായിരിക്കും പറഞ്ഞത് എടുത്ത് കൊഞ്ചിച്ചാൽ പിന്നെ തരില്ലെന്ന്. ആ കൊഞ്ചിക്കലൂടെ പല അസുഖം കിട്ടും. അസുഖം വന്നാലും കഷ്ടപ്പെടേണ്ട ദിയ തന്നെയല്ലേ, ഇവർ കൊഞ്ചിച്ചവരൊക്കെ അങ്ങ് പോകും. അപ്പോൾ ദിയക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വേണ്ടായിരിക്കും സ്വന്തം മോനെ വളർത്താൻ. പക്ഷെ നമുക്കൊക്കെ പലരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ്, നമ്മളെപ്പോലത്തെ സാധാരണ സ്ത്രീകൾക്ക് പലരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പോലെ വേണം നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ വളർത്താൻ. പക്ഷെ ദിയക്ക് അത് വേണ്ട. ദിയക്ക് സ്വന്തമായിട്ട് എങ്ങനെ സ്വന്തം തീരുമാനം അത് നടപ്പിലാക്കാനുള്ള കഴിവും ദിയക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളെ നെഗറ്റീവ് കമൻസ് ദിയ ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ദിയയാണ് ശരി. എനിക്ക് 100% ദിയ പറഞ്ഞാൽ ശരി. എന്ത് വന്നാലും ഇപ്പം എനിക്ക് തന്നെ എൻ്റെ 8 മാസമുള്ള കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കൊന്നും, ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേക്കും അങ്ങനെ ആരും ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ പുറത്ത് നിന്നാണ് ആഘോഷിച്ചത്. പിന്നീടുള്ളൊരു ബർത്ത്ഡേക്ക് ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല. കാരണം ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ ആ ഒരു 8 വർഷം മുമ്പേ ഞാൻ ചിന്തിച്ചിരുന്നു, എന്ത് വന്നാൽ ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് മോൻ്റെ ബർത്ത്ഡേ പുറത്ത് നിന്ന് ആഘോഷിച്ചപ്പോൾ തന്നെ വേറെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, ഒരു 4-5 ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് തമാശ രൂപേണ പറഞ്ഞത്, അയ്യോ കേക്കൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും കൈ കഴുകണേ എന്നൊക്കെ ഞാൻ തമാശ രൂപേണ പറഞ്ഞത്. അല്ലാതെ സീരിയസ് ആയി പറഞ്ഞാൽ അവരും മറ്റു പലരും ചിന്തിക്കുമല്ലോ. ഞാനിങ്ങനെ അയ്യോ മോനെപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ജലദോഷമൊക്കെ വരിക, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ പനി വരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെയൊക്കെ നല്ല നീറ്റായി
കഴുകിയിട്ട് കുഞ്ഞിന് കേക്കൊക്കെ എടുത്തു കൊടുത്ത്. പക്ഷെ മോളെ ബർത്ത്ഡേക്കാണെങ്കിലും ആരെയും ക്ഷണിക്കാനൊന്നും വലിയ താല്പര്യമില്ല. കാരണം ഈ വരുന്നവരൊക്കെ എനിക്കറിയാം, നമ്മളെ ബന്ധുക്കളായാലും ആരായാലും അവരെങ്ങനെ പെരുമാറുന്നു, അവരാരും കൈ കഴുകുമോ, കുഞ്ഞെന്താ വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവരൊക്കെ. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുത്തി വെക്കുന്നത്? നമുക്ക് ആൾക്കാരെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതും ജീവിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നാട്ടുകാരുടെയും ബന്ധുക്കളെയൊക്കെ നമ്മളെ സ്വന്തം മക്കളെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അത് ദിയ എന്ന് വെച്ചാൽ ഇത്രയൊരു ഫേമസ് ആയ വ്യക്തിയായതുകൊണ്ട് അവർ ഇതൊക്കെ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും വിമർശിക്കുന്നു. പക്ഷെ ദിയ തന്നെ ദിയയുടെ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പോത്തിന് തൊലിക്കട്ടിയ ആരെന്ത് പറഞ്ഞാലും എനിക്ക് യേശുവിലാണ്. കാരണം ദിയക്കത് പറയാനുള്ള കാരണം ദിയ അത്രക്കും എല്ലാം കൊണ്ടും ദിയ സെറ്റിലാണ്. നമ്മൾ സാധാരണ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. ഭർത്താവിൻ്റെ കാലക്കീഴിൽ, ഭർത്താവിൻ്റെ വീട്ടുകാരെ കാലക്കീഴിൽ, അവിടെ അവർ പറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ദിയെപ്പോലെ ആവാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ അഹങ്കാരം ആ ഒരു ഇതിലല്ല ഞാൻ പറഞ്ഞത്. ദിയ അഹങ്കാരം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ദിയ പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ ദിയയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫേസ്ബുക്ക് ഫോളോ ചെയ്ത്. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പലർക്കും ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ വിമർശിക്കാം. ഇനി ദിയെപ്പോലെ തന്നെ ഞാനും അഹങ്കാരം പറഞ്ഞതാണ് എന്ന് പറയുന്നവർക്കും പറയാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്തുകൊണ്ട് ദിയയുടെ വീട്ടുകാരെ വിളിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അശ്വിൻ്റെ വീട്ടുകാരെ വിളിച്ചിടാന്ന് പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞു. ദിയയുടെ വീട്ടുകാരെ ഓമി അത്രയും നല്ല കെയർ ചെയ്യുന്നത് ദിയക്ക് അറിയായിരിക്കും. ദിയ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ആയിരിക്കില്ല അശ്വിൻ്റെ വീട്ടുകാരെ, അതും ദിയക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും ദിയ അശ്വിൻ്റെ വീട്ടുകാരെ വിളിക്കാത്തത്. അപ്പോൾ എന്ത് തന്നെയാലും നിങ്ങളെ നെഗറ്റീവ് പോസിറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.